ഗൈസ് വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഫാരോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഒരുപാട് ദിവസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. അതിൻ്റെ സീസൺ 2 നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പുതിയ ഫീച്ചറിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിലും കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ്നെറ്റ് ലൈറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ദ ഫാസ്റ്റസ്റ്റ് EVM കമ്പാറ്റബിൾ ലെയർ ഫോർ റിയൽ വേൾഡ് അസറ്റ് ആൻഡ് ക്രോസ് ചെയിൻ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ലെവൽ 4 വരെ ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ ലെവൽ 5 വരെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ടാസ്കുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെയിലി ചെക്ക് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ക്ലെയിം മോർ ടെസ്റ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് യൂസ് ബിഗ്ഗെറ്റ് വാലറ്റ് ടു ക്ലെയിം മോർ ടെസ്റ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. നേരത്തെ OKX ആയിരുന്നു, ഇപ്പോൾ ബിഗ്ഗെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ OKXൽ ഇത് ലിസ്റ്റ് ആവുന്നുണ്ട്, ബിഗ്ഗെറ്റിലും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് ബിനാൻസിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വളരെയധികം പ്രോഫിറ്റ് കുറവൊക്കെയാണ് കിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാർ ബോട്ട് സ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നടത്തുന്നവരൊന്നും എലിജിബിൾ ആവാൻ പോകുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റ് നെറ്റിൽ അവർ മെയിനായിട്ട് റിയൽ യൂസേഴ്സിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നോക്കാം. ഫസ്റ്റ് തന്നെ ഓൺ ചെയ്യാൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെന്നത്തും ഫാരോസ് ആപ്പും അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ലിക്വിഡിറ്റി കൊടുക്കാം, അതേപോലെ തന്നെ സെൻഡ് ടോക്കൺ ടു ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് ടോക്കൺ അയക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ വയ ഓൺ ചെയിൻ അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഈ ഒരു ഫാരോസിന്റെ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടോക്കൺ അയക്കുക എന്നുള്ള രീതിയാണ്. അതേപോലെ തന്നെ പുതിയൊരു ഫീച്ചറാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് ടോക്കൺ സെൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുക. നിങ്ങളുടെ ഏത് വാലറ്റ് ആണോ കണക്ട് ചെയ്തത് ആ ഒരു വാലറ്റ് നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ട് താഴോട്ട് വന്നെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എത്ര എമൗണ്ട് ആണ് അടിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ അടിച്ചു കൊടുക്കുക. അടിച്ചു വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ട്വിറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അയക്കാം, ഇല്ലെങ്കിൽ ടിക്ടോക്കിൽ നമുക്ക് അയക്കാം, ഇല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ നമുക്ക് അയക്കാം, റെഡ് നോട്ടിൽ നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ ഇവിടെ എത്ര എമൗണ്ട് ആണെന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുന്നത് ഗൂഗിൾ അക്കൗണ്ട് ആണ്. ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് മെയിലാണോ ഉള്ളത് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ടോക്കൺ അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 0. ഒരു ടോക്കൺസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 0.1 നിങ്ങൾക്ക് എത്ര ടോക്കൺ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ 0.1 എന്നിട്ടുള്ള രീതിയിൽ ടോക്കൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്താണോ മെയിൽ ID ആ ഒരു മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൽ ID കൊടുക്കുന്നുണ്ട്, sumit8089@gmail.com എന്ന് കൊടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ മെയിൽ IDയും കൊടുത്തു, ഈ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തു, എത്ര എമൗണ്ട് ആണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ സെൻഡ് നൗ എന്ന് കൊടുക്കുക. കൊടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ ഒരു കൺഫർമേഷൻ വരും. ആ ഒരു വാലറ്റിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ അത് കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലെയിം ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററി സെഷൻ ഉണ്ട്. ഇതൊന്ന് ക്ലെയിം ചെയ്ത് കാണിക്കട്ടെ. എല്ലാം ലൈവായിട്ട് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലാഗ് ഒക്കെ എടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണണം. എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൺഫേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ടോക്കൺ നമുക്ക് സെൻഡ് ആയെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഹിസ്റ്ററിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആൾക്കാർക്ക് ഇത് സെൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം കാണാൻ പറ്റും. അതേപോലെ തന്നെ ക്ലെയിം ഓപ്ഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഫ്രണ്ടിനാണോ അയച്ചത് അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ടിലാണോ അയച്ചത് ആ അക്കൗണ്ടിൽ നമുക്ക് എന്താണ് ഇവിടെ റിവാർഡ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ലോഡാവാതാണ് ഈ ഒരു ടോക്കൺ നമുക്ക് ഇത്ര ദിവസം കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും. അപ്പോൾ റീഫണ്ടബിൾ ആഫ്റ്റർ 29 days എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിന്റെ ഒരു ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുക എന്നാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഇനി അടുത്തൊരു ഓപ്ഷനിലേക്ക് ഞാൻ വരികയാണ്. എന്താ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡന്റിറ്റി സർവീസ് ആണ്. ഇതൊരു ഐഡന്റിറ്റി സർവീസ് നിങ്ങൾ ആൾറെഡി തന്നെ ചെയ്തിട്ടുണ്ടാവും. നമുക്കൊരു പേര് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു പേര് ആൾറെഡി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എത്രത്തോളം പേര് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം. അതിൽ പ്രൈമറി യൂസ് ചെയ്യുന്ന പേരായിരിക്കും ഓരോ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലൊക്കെ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ RFAFI എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു കാണുന്നുണ്ട്. ഇത് നമ്മൾ NFT ആണ് ഇവിടെ മിന്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ഡെപ്പോസിറ്റ് ഒന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ച് ലോഡാവാൻ സമയമൊക്കെ എടുക്കുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ലോഡായ ശേഷം ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്
ദ ട്രീ ടോക്കൺ ജേണി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലെറ്റ്സ് ഡൈവിംഗ് കൊടുക്കുക. അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരു വാലറ്റ് തന്നെ യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യാൻ പറയുന്നത് മെറ്റാമാസ്ക് തന്നെയാണ്. അപ്പോൾ ആദ്യം വന്ന ഉടനെ തന്നെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രോത്ത് കോപ്പറേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഫസ്റ്റ് വൺ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് നമ്മുടെ ഒരു വാലറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ടോക്കൺ ആയിട്ട് എന്താവും മാറും. ഒന്ന് പ്രിൻസിപ്പൽ ടോക്കണും ഒന്ന് കൂപ്പൺ ടോക്കണും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആവുക. തൊട്ട് താഴോട്ട് വരിക, താഴോട്ട് പറഞ്ഞാൽ ആക്ടിവേറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ സേഫ്റ്റി ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ക്രാഫ്റ്റ് മൈ ഫസ്റ്റ് കോംബോ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് തൊട്ട് താഴോട്ട് പറഞ്ഞാൽ ക്രാഫ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ഇവിടുത്തെ ഒന്നും മാറ്റാൻ നിൽക്കേണ്ട. എന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് കൊടുത്താൽ വീണ്ടും ഒരു വാലറ്റ് കൺഫർമേഷൻ വരും. ആ ഒരു വാലറ്റ് കൺഫർമേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം യുവർ റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു NFT മിൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു NFT നിങ്ങൾ മിൻറ്റ് ചെയ്യുക. അത്രമാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ലോഡ് ചെയ്ത് റീലോഡ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആൾറെഡി തന്നെ ചെയ്തതാണ്, അതുകൊണ്ടാണ് വീണ്ടും ഇത് കാണിച്ചു തരാത്തത്. അടുത്ത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇവിടെ സ്റ്റേക്കിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാരോസ് വാലറ്റ് കണക്ട് ചെയ്ത് വെക്കുക. കണക്ട് ചെയ്ത് വെച്ച ശേഷം നേരെ ഇവിടെ ഒരു AI സിമ്പിൾ ഉണ്ട്, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എത്രത്തോളം ഫോസറ്റ് ഇവിടെ ക്ലെയിം ചെയ്യേണ്ടതൊക്കെ ആൾറെഡി അവർ തന്നെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫോസറ്റ് ഒരു പൈപ്പിന്റെ സിമ്പിളിൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോസറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇവിടെ തന്നെ പോപ്പപ്പ് ആയിട്ട് നമുക്ക് ഫോസറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എത്രത്തോളം USDT ആണോ ഈ ഒരു സ്റ്റേക്കിംഗ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ടെസ്റ്റ്നെറ്റ് ആണ്. അപ്പോൾ നമുക്ക് കൺഫേം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കഴിയും. അതേപോലെ തന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ബ്രോക്കെക്സ് പ്രോട്ടോഫോളിയോ ഉണ്ട്, നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ബാക്കിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേക്ക് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റേക്ക് ഓപ്ഷൻ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓട്ടോ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അതേപോലെ തന്നെ ഈ ഒരു ബിറ്റ്കോയിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ബ്രോക്കെക്സ് പ്രോട്ടോകോൾ. അപ്പോൾ ഇതിലും നമുക്ക് എന്താണ് ടെസ്റ്റ്നെറ്റ് ടോക്കൺ മാത്രം യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ്നെറ്റ് ടോക്കൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഇവിടെ ഒരു വീണ്ടും ഒരു ടാപ്പിന്റെ സിമ്പിൾ ഉണ്ട്. ഈ ഒരു ടാപ്പ് സിമ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാലറ്റ് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ഫാരോസിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇവിടെ നിന്ന് ക്ലെയിം ടെസ്റ്റ്നെറ്റ് ടോക്കൺ ചെയ്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഈ ഒരു വാലറ്റിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത്. ചില കാര്യങ്ങളൊന്നും നമുക്ക് ലൈവായിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് ലാഗ് ആവും. ഇടയിൽ തന്നെ ലാഗ് ആയില്ലേ, അതേപോലെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ്നെറ്റ് ഫേസ് ആണ്. അപ്പോൾ ടെസ്റ്റ്നെറ്റ് ഫേസിൽ ലാഗ് ആവണമല്ലോ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനാണല്ലോ തരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ലാഗ് ആവുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇടയിലൊക്കെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് എത്ര കാലം എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്താണ് ഒരു റിവാർഡ് കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ സ്റ്റക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ടെസ്റ്റ്നെറ്റ് ഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാട് സ്ക്രിപ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ മേ ബി ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് റിവാർഡൊന്നും കിട്ടാതെയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.